ദ വിന്നർ ഓഫ് ദ പൂക്കളം ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് ഈസ്. ഏകദേശം 41 എൻട്രീസ് ഉണ്ടായിരുന്നു. നമുക്ക് ഏതായാലും ആ പൂക്കളം ഡിസൈൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഇത് നമുക്ക് ആദ്യം കിട്ടിയ എൻട്രി ആയിരുന്നു. ഏതായാലും കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു പൂക്കളായിരുന്നു. ഇതൊക്കെ ആദ്യം കിട്ടിയ എൻട്രി ആയിരുന്നു. ഓക്കെ, ചെറുതാണെങ്കിലും വളരെ ഭംഗിയുണ്ട് കാണാൻ. ഇത് അശ്വിൻ KM അയച്ചതാണ്. ഒരു ഡിസബിൾഡ് ആയിട്ടുള്ള ചൈൽഡ് അയച്ചതാണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്തത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഗണപതി ഭഗവാന്റെ ഒരു ഡിസൈൻ. നേരത്തെയും ഒരു ഡിസൈൻ കാണിച്ചു. ഓക്കെ, ഇത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ഓക്കെ, ഇതും പൂക്കളം വരച്ച് ചെയ്തിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. ഓക്കെ, ചെറുതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ്. ഓക്കെ, ഇത് ഈ ചെറിയ ഡിസൈൻസ് നല്ല ഭംഗിയുണ്ട്. 4 അയച്ചിട്ടുണ്ട് ഇതുപോലത്തെ. ഓക്കെ, അടുത്തതും ഒരു ചെറിയ ഡിസൈനാണ്, പക്ഷെ കാണാൻ വളരെയധികം ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. ഓക്കെ, ഇതും വളരെ കാണാൻ മനോഹരമായിട്ടുള്ളൊരു നല്ല കളർ കോമ്പിനേഷനുള്ള ഡിസൈൻ. ഇതും നല്ലൊരു ഡിസൈൻ തന്നെയാണ്. ഓക്കെ, കുട്ടികളുടെ ഏജ് നോക്കാതെയാണ് നമ്മൾ പൂക്കളം കോൺടെസ്റ്റ് നടത്തിയത്. കുട്ടികളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, ഇതും കുട്ടികളുടെ ഡിസൈൻ, നല്ല ഡിസൈൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതും നല്ലൊരു ഡിസൈൻ തന്നെയാണ്. ചെറുതാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. ഓക്കെ, അപ്പം പാർട്ടിസിപ്പേറ്റ്. ഇതും നല്ലൊരു ഡിസൈൻ തന്നെയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, വരച്ചിട്ടൊക്കെയാണ് ചെയ്തത്. ഇതും വരച്ചിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തത്. അതും വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. ഓക്കെ, വളരെ ഭംഗിയുള്ളൊരു ഡിസൈനാണ്. കുട്ടികളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ പാർട്ടിസിപ്പേഷനും ഈ കോൺടെസ്റ്റിലുള്ളതുകൊണ്ട് വളരെ നല്ല ഡിസൈൻസ് കിട്ടിയിട്ടുണ്ട്. ചെറിയ പൂക്കളമാണ്. അപ്പോൾ നമ്മൾ ഏജ് നോക്കാതെ ഈ കോൺടെസ്റ്റ് നടത്തിയത്. ആദ്യമേ ഏജിൻ്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികളും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ വളരെയധികം സന്തോഷം. പിന്നെ ഇതും ഒരാളയച്ച ഡിസൈനാണ്. ഇത് രണ്ടും 4 ഉണ്ടെന്ന് തോന്നുന്നു. അടുത്തതും ഒരാൾ തന്നെ അയച്ചതാണ്. ഒരെണ്ണം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം കണ്ടസ്റ്റൻസ് എല്ലാം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ചെറുതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ. ഹാപ്പി ഓണം ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഡിസൈൻ. ഓക്കെ, അത് നല്ല ഭംഗിയുണ്ട് ചെറുതാണെങ്കിലും. ഓക്കെ, ഇതും മനോഹരമായിട്ടുള്ള ഡിസൈനാണ്. കുറച്ച് വരച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇതും നല്ലൊരു ഡിസൈൻ തന്നെയാണ്. ഓക്കെ, നടുക്കത്തെ ഡിസൈനൊക്കെ ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പുറമേ റൗണ്ടാണ്, അത്ര കഷ്ടപ്പെടില്ല. എന്തായാലും നല്ല കഷ്ടപ്പെട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതും വരച്ചിട്ട് ചെയ്തൊരു നല്ലൊരു ഡിസൈൻ തന്നെയാണ്. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഡിസൈനൊക്കെ വരച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇതിലും നല്ലവണ്ണം വരച്ച് ഡിസൈൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതും കാണാൻ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ, നല്ല കളർ കോമ്പിനേഷനാണ്. ഓക്കെ, ഇതും അധികം വരച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. നല്ല ഡിസൈനാണ്. ഓക്കെ, ചെറുതാണെങ്കിലും നല്ലൊരു ഡിസൈൻ തന്നെയാണ്. അടുത്തതും വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. വരച്ച് ചെയ്തിട്ടുള്ളതാണ്. അതും കാണാൻ മനോഹരമായിട്ടുണ്ട്. ഓക്കെ, ഇതും നല്ല കളർ കോമ്പിനേഷനുള്ളൊരു ഡിസൈനാണ്. പക്ഷെ ഇതിൽ നിന്നൊക്കെ സെലക്ട് ചെയ്യണം. നല്ലൊരു ഡിസൈൻ സെലക്ട് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെടാം. എന്തായാലും ഇതും നല്ലൊരു ഡിസൈനാണ്. ചെറുതാണെങ്കിലും ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ കണ്ടസ്റ്റന്റ് നമ്പർ 11 ആണ്. ദിവേഷ്, തൃശ്ശൂർ തളിക്കുളം. ഏകദേശം 258 ലൈക്സ് ആണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് 24-ാം തീയതി രാവിലെ 7 മണി വരെയുള്ള ലൈക്സ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ളത് ദിവേഷ്, തൃശ്ശൂർ തളിക്കുളത്തിനാണ്. മിസ്റ്റർ ദിവേഷ്, പ്ലീസ് കോൺടാക്ട് അസ് ഓൺ അവർ ഫേസ്ബുക്ക് പേജ്. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയത് മാത്രമല്ല, ഇനി നമ്മൾ ഒരു ഡിസൈനോട് നമ്മൾ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ അനുസരിച്ചായിരിക്കും രണ്ടാമത്തെ ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഡിസൈൻസൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. പൂക്കളം ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഫോട്ടോഗ്രാഫി എലമെന്റ്സ് നോക്കേണ്ടതായിട്ടുണ്ട്. നല്ല ഡിസൈൻസ് ആണ്. നമ്മളിപ്പോൾ കുറച്ച് ഡിസൈൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഡിസൈൻസും നന്നായിരുന്നു. അതിൽ കുറച്ച് മികച്ചതായിട്ടുള്ള കുറച്ച് ഡിസൈൻസ്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട്.
ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഇതിൽ നല്ല ഡിസൈനാണ്, നല്ല രീതിയിൽ വരച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതും നല്ല രീതിയിൽ വരച്ച് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതും വളരെ മനോഹരമായിട്ടുണ്ട്. ഫോട്ടോഗ്രാഫും നല്ല രീതിയിൽ എടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതിൽ ഉൾഭാഗത്തുള്ള ഡിസൈൻ എന്ന് പറയുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇതും നല്ല മികച്ച ഡിസൈനാണ്. ഇതിനകത്തും ഡിസൈൻ എലമെന്റ്സ് എല്ലാം ഒരുപാടുണ്ട്. ഇതിലും നല്ല കളർ കോമ്പിനേഷനും വരച്ചിട്ട് നന്നായിട്ട് ചെയ്തിട്ടുള്ള ഡിസൈനാണ്. ഇതും ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള ഡിസൈനാണ്. നല്ല രീതിയിൽ വരച്ച് നല്ല കളർ കോമ്പിനേഷനാണ്. ഇതിലും കഥകളിയൊക്കെ വരയ്ക്കാൻ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഡിസൈൻസ് നോക്കിയതിൽ ഇതൊരു പൂക്കളം ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് ആണല്ലോ. അതായത് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഫോട്ടോഗ്രാഫിയുടെ കുറച്ച് എലമെൻറ്റ്സ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതിൽ നമ്മുടെ കണ്ടസ്റ്റൻ്റെ പേര് ഞാൻ പറയാം. അതിനു മുമ്പ് നമ്മൾ ഈ ഡിസൈൻസൊക്കെ നമുക്ക് നോക്കുമ്പോൾ ആകെ കിട്ടിയിട്ടുള്ളത് ഒരു ഡിസൈൻ മാത്രമാണ് വളരെയധികം സിമ്മട്രിക്കലായിട്ട് ഫോട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാത്രം നോക്കിയാൽ പോരല്ലോ, ഡിസൈനും നോക്കുന്നു. അത്യാവശ്യം നല്ല ഡിസൈനുമാണ്, കളർ കോമ്പിനേഷനുമാണ്. പിന്നെ നമ്മൾ ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് ആണല്ലോ. അപ്പോൾ ഫോട്ടോഗ്രാഫിയുടെ എലമെൻറ്റ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് സിമ്മട്രിക്കലായിട്ടുള്ള ഒരു ഡിസൈൻ അയച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻറ്റ് 29 അശ്വിൻ വേണുഗോപാൽ ഫ്രം കണ്ണൂറാണ് നമുക്ക് അങ്ങനെ ഒരു സിമ്മട്രിക്കലായിട്ടുള്ള ഒരു ഡിസൈൻ അയച്ചിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻ ടു ഓൾ ദ വിന്നേഴ്സ്. അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഫോട്ടോഗ്രാഫ്സ് എടുക്കുകയും പൂക്കളം ഇടുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതിൽ ബെസ്റ്റ് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഈ 41 ഡിസൈൻസും നല്ല ഡിസൈനായിരുന്നു. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യുക എന്ന് പറയുന്ന വളരെ കഷ്ടപ്പാടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പ്രൈസ് നൽകണമെന്നുണ്ട്. പക്ഷേ ഒരു കോൺടെസ്റ്റ് ആയതുകൊണ്ട് വളരെ കുറച്ച് പേർക്ക് മാത്രമേ പ്രൈസ് നൽകാൻ പറ്റുള്ളൂ. അപ്പോൾ അശ്വിൻ വേണുഗോപാൽ പ്ലീസ് കോൺടാക്റ്റ് അസ് ഓൺ ഫേസ്ബുക്ക് പേജ്. പൂക്കളം ഡിസൈൻ ഒരു ആർട്ടാണല്ലോ. അപ്പോൾ ആർട്ട് എന്ന് പറയുമ്പോൾ ആസ്വദിക്കുന്ന പലരും പല രീതിയിലായിരിക്കും. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ഡിസൈൻ ആയിരിക്കില്ല ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫോട്ടോഗ്രാഫി എലമെൻറ്റ്സ് കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ആ കണ്ടസ്റ്റൻറ്റിനെ തിരഞ്ഞെടുത്തത്. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കണ്ടസ്റ്റൻസിനും വളരെയധികം താങ്ക്സ്. ബിക്കോസ് ഇത്രയും ഒരു പാർട്ടിസിപ്പേഷൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് പേര് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതുപോലത്തെ കോമ്പറ്റീഷനൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതെന്ന് കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാ പൂക്കളം ഡിസൈൻസും വളരെ മികച്ചതായിരുന്നു. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് ഈ ചാനലിൽ കാണാം. ബൈ ഫ്രം പൂക്കളം ടീം.